വ്യാവസായിക തലസ്ഥാനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കൊച്ചിയിലേക്കാണ്. നമുക്കറിയാം ഈ ചൂട് പലതരത്തിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അക്കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം തന്നെ വ്യാപാരികൾ, വ്യവസായികൾ ഉൾപ്പെടെ ഈ ചൂടിൽ വലയുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഗ്യാസിന്റെ ലഭ്യത കുറഞ്ഞതോടുകൂടി ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിലേക്കും മറ്റുമുള്ള പഴം, പച്ചക്കറിയുടെയൊക്കെ ചിലവ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാംസ വിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ ബ്രോയിലർ ചിക്കൻ, അത് ഈ കോഴികളെ പോലും ഈ ചൂടുകാലത്ത് സൂക്ഷിക്കുക എന്നത് വലിയ പ്രതിസന്ധിയാണ് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, പച്ചക്കറിക്ക് വില വർദ്ധിച്ചു എന്നതാണ്. പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾക്ക് ഇപ്പോൾ ഈ ചൂടുകാലത്ത് പഴവർഗ്ഗങ്ങൾ അധികമായി വിൽക്കപ്പെടേണ്ട ഒരു സമയം കൂടിയാണ്. അവിടെ ഇപ്പോൾ വിപണിയിലൊക്കെ പോയാൽ നമ്മൾ എപ്പോഴും മലയാളികളുടെ ഒരു പൊതുശീലങ്ങളിൽ ഒന്നാണ് ചായ എന്നത്. അത് പലപ്പോഴും രാവിലെയും വൈകിട്ടുമാണ്. എങ്കിൽ പിന്നീട് ഏറ്റവും അധികം നമ്മൾ കുടിക്കുന്നത് നാരങ്ങ വെള്ളമാണ്. എങ്കിൽ നാരങ്ങയ്ക്ക് ഇപ്പോൾ ഒരു കിലോയ്ക്ക് 300 രൂപയ്ക്കൊക്കെ മുകളിലേക്ക് വില ഉയരുന്നു എന്നതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മലയാളി വലിയ തോതിൽ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഈ ഉൽപ്പന്നങ്ങളുടെയും പച്ചക്കറിയുടെയും ഒക്കെ വിലയും വർദ്ധിച്ചിട്ടുള്ളത്. എന്താണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് നവമി ദിനേശാണ് ചേരുന്നത്. നവമി, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ കൂടുതൽ ഉപഭോക്താക്കൾ ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു തണ്ണിമത്തന് പോലും വില വർദ്ധിച്ചു എന്നാണ്. അത്തരത്തിലൊരു പ്രതിസന്ധി സാധാരണക്കാർ നേരിടുമ്പോൾ അത് വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ടോ? എന്താണ് സാഹചര്യം? അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിലാണ്. ഇവിടെ നാരങ്ങയ്ക്കൊക്കെ വില കൂടുതലാണ്. നമ്മളിവിടെ വന്ന് ചേട്ടനോട് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത് നാരങ്ങയ്ക്ക് വില കൂടുതലാണ്. ഈ ആന്ധ്രയിൽ നിന്ന് വരുന്ന നാരങ്ങയാണ്. ഇതിന് കിലോ 300-300 കൂടും. പക്ഷെ ഇവിടെ ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കൊടുക്കുന്നുണ്ട്, 100-120 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ചെറിയ നാരങ്ങ ഇതിനും വില കൂടുതൽ എന്നാണ് പറയുന്നത്. കിലോയ്ക്ക് 120-170 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത്. കാരണം ഈ ചൂട്, പ്രത്യേകിച്ച് കച്ചവടം കുറവാണെന്ന് ഇവർ പറയുന്നുണ്ട്. കാരണം ചൂടാണ്, ആളുകളൊന്നും മാർക്കറ്റിലേക്ക് വരുന്നതില്ല, വളരെ കുറഞ്ഞായിട്ടുള്ള ആൾക്കാർ വരുന്നുള്ളൂ. അതുകൊണ്ട് കച്ചവടവും പൊതുവെ കുറവാണ്. പ്രത്യേകിച്ച് നാരങ്ങയ്ക്ക് അല്പം ഡിമാൻഡ് കൂടി, വെയിലൊക്കെ ആയപ്പം ഡിമാൻഡ് കൂടി. അപ്പം ആന്ധ്രയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നതും വളരെ കുറവാണെന്നാണ് ആ ചേട്ടൻ പറയുന്നത്. നമ്മൾ ചേട്ടൻ ഇത്രയും നേരം സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ ചേട്ടൻ മറ്റൊരു ഫോണിലാണ്. നമുക്ക് ആ ചേട്ടനോട് തന്നെ കൂടുതൽ കാര്യം ചോദിക്കാം. അതിന് മുന്നേ മറ്റ് പച്ചക്കറികളുടെ കാര്യം, ഫ്രൂട്ട്സിന്റെ കാര്യം കൂടി ചോദിക്കാം. ചേട്ടാ, വെയിലാണ്, കച്ചവടം കുറഞ്ഞോ? വെയിലത്തല്ലേ ഫ്രൂട്ട്സിന്റെ കച്ചവടം കൂടുന്നത്. കാര്യം ഇത്രയും നല്ല ചൂട്. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ ഏത് ചാനലിൽ നിന്നാ? ചേട്ടാ, നമ്മള് ന്യൂസ് 18 ചാനലിൽ. ന്യൂസ് 18 ചാനലുണ്ട്. എനിക്ക് എങ്ങനെയുണ്ട് ചേട്ടാ ഇപ്പൊ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അപ്പോ കച്ചവടം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പരാതി പറയാൻ, മക്കളെ അതാ നമുക്കത് വിശദമായിട്ട് പറയാം. ഇപ്പൊ നമ്മള് ലൈവിലാണ്. അപ്പൊ ഈ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ആളുകൾക്ക് അതറിയാൻ വലിയ താല്പര്യം. നാരങ്ങയ്ക്കൊക്കെ വില കൂടിയില്ലേ? അത് നാരങ്ങയുടെ കഥ എനിക്കറിയില്ല. ആപ്പിളിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ടോ? ആൾക്കാർ വരുന്നുണ്ടോ? മാർക്കറ്റിൽ പൊതുവെ ആള് കുറവാണോ? അല്ല, ഉച്ച സമയത്ത് ഇറങ്ങാൻ പാടില്ല എന്ന് നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആണ് കുറവ്. വൈകിട്ടൊക്കെ ആകുമ്പോ കുറച്ചുകൂടി കാര്യം സൂര്യാഘാതം ഏൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോ ഇപ്പോൾ ഇവിടെ ചേട്ടന്മാര് പറയുന്നതനുസരിച്ച് ഫ്രൂട്ട്സ് ആളുകൾ കൂടുതൽ കഴിക്കേണ്ട സമയമാണ്. പക്ഷെ ഈ വെയില് കാരണം ഈ സമയത്തേക്കൊന്നും ആളുകൾക്ക് ഇങ്ങോട്ടേക്കൊക്കെ എത്തുന്നത് കുറവാണ്. നമുക്ക് കൂടുതൽ ആളുകളോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? വെയിലായതുകൊണ്ട് കുറവാണോ? എല്ലാം കുറവാണ്, വെയിലായതുകൊണ്ട് കുറവാണ്, ആളില്ല. ഇത് വില കൂടിയോ ഇതിനൊക്കെ? ഈ നാരങ്ങയ്ക്കാണ് വില. നാരങ്ങ ഓറഞ്ച് സീസൺ അല്ലല്ലോ ഇപ്പൊ. അതാണ്. തണ്ണിമത്തനും ഇപ്പൊ കൂടുതലാണ്. ഇപ്പൊ കച്ചവടം ഏറ്റവും കൂടുന്ന സമയം ഏതാ? ഉച്ചയ്ക്ക് ശേഷമാണോ? ശേഷമായാലും വൈകുന്നേരം ആയാലും ആള് കുറവായിപ്പോ, വളരെ മോശം. സാധാരണ ഈ സമയത്ത് കച്ചവടം നടക്കേണ്ടതാണ്. ഇങ്ങനെ ഈ ചൂടത്ത് ഇവിടെ നിന്ന് കച്ചവടം ചെയ്യാനും ബുദ്ധിമുട്ടല്ലേ? ജീവിക്കണ്ടേ? അതെ. കൃത്യമായിട്ട് സമയത്ത് വെള്ളമൊക്കെ കുടിക്കുന്നു. അത് സ്റ്റോക്കാണ്. അപ്പൊ എന്തായാലും വെള്ളമൊക്കെ സ്റ്റോക്കാണ്. ഇവിടെ കച്ചവടക്കാരെ സംബന്ധിച്ച് ഈ ചൂട് കാലത്ത് ആളുകൾ ഈ പകൽ സമയത്ത് ഇറങ്ങുന്നത്, അതായത് പ്രത്യേകിച്ച് നമുക്ക് നേരത്തെ അറിയാം, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ വൈകിട്ട് 3 മണിവരെ പുറത്തേക്ക് ഇറങ്ങരുതെന്നൊരു നിർദ്ദേശമുണ്ട്.
ആ ഒരു സാഹചര്യത്തില് ഇവർക്ക് കച്ചവടം ഈ സമയത്ത് പൊതുവെ കുറവാണെന്നാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ ആളുകളോട് ചോദിക്കാം. ചേട്ടൻ, നമ്മൾ വന്നപ്പോ അഭിലാഷ് ചേട്ടൻ നമുക്ക് നാരങ്ങയുടെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഇപ്പോൾ ഫോണിൽ അല്പം ബിസിയാണെന്ന് തോന്നുന്നു. നമുക്ക് മറ്റ് ചില ആളുകളോടുകൂടി ചോദിക്കാം. ഇവിടെ തന്നെയാണ്. പൊതുവെ നമുക്കറിയാം എറണാകുളം മാർക്കറ്റ് വില അല്പം കുറഞ്ഞു കിട്ടുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്ന് ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്തിട്ട് പോകുന്ന ഒരു ഇടം കൂടിയാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് പോലും ആളുകൾ വരാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? കുറവാണ്. ഈ ചൂട് തന്നെയാണ് കാരണം. നാരങ്ങയ്ക്കാണെന്ന് തോന്നുന്നു അല്ലെ വില കൂടിയപ്പോ? എത്രയാ കിലോക്ക്? 240 രൂപ റേഞ്ചിലുണ്ട് ഹോൾസെയിൽ വില. ആളുകള് ഡിമാൻഡ് ഉണ്ടോ നാരങ്ങയ്ക്ക്? ചൂട് സമയത്ത് ഡിമാൻഡാണ്. ഡിമാൻഡ് ഉണ്ട്. വേറെ പച്ചക്കറിക്കൊക്കെ വില കൂടിയോ? വില ആവറേജ് ആണ്. ആള് കുറവാ ചൂട് സമയത്തില്ല. സ്കൂൾ തുറക്കണം. സ്കൂൾ തുറക്കുമ്പോഴായിരിക്കും ഇനി ആള് വരുന്നത്. വൈകിട്ടൊക്കെ പൊതുവെ ഈ സമയത്ത് വൈകിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരെ വന്ന് പച്ചക്കറി മേടിക്കുള്ളൂ. ചൂട് സമയത്ത് ആൾ കുറവാണ്. ഇപ്പോ ചൂട് കച്ചവടവും കുറവെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ സമയത്ത് ആളുകളിലേക്ക് ഇതേ ഒരു ചേച്ചി നാരങ്ങയൊക്കെ മേടിച്ചിട്ട് പോവാണല്ലേ? ഭയങ്കര വില നാരങ്ങയ്ക്ക്. ദാഹം കൂടുമ്പോ വില കൂടുന്നു. അതാണ് അവസ്ഥ. എങ്ങനെയുണ്ട് ചൂട്? ചൂട് വളരെ കൂടുതലാണ്. ചൂട് കൂടുമ്പോ വെള്ളം കുടിക്കാന്ന് കരുതുമ്പോ വെള്ളം കൂടി മുട്ടിയ അവസ്ഥയാണ്. ഇത് എങ്ങനെയാണ് ഈ 2 വീലറിലൊക്കെ ഈ ചൂടത്ത് എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? പെട്രോൾ ആണെങ്കിൽ നമ്മൾ അതിലും കൂടുതൽ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കണ്. എന്തായാലും ആളുകളെ കൊല്ലും. അതെ, മൊത്തത്തിൽ പ്രശ്നമാണ്. എന്തായാലും മൊത്തത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾ പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട്? നാരങ്ങയ്ക്ക് വില കൂടിയില്ലേ? തിരക്കുണ്ടോ? ആളുകൾ വരുന്നുണ്ടോ? കുറവാണ്. ഇതാണ് അഭിലാഷ്. ആളുകൾ കച്ചവടം പൊതുവെ കുറവെന്നാണ് ഈ ചേട്ടന്മാരൊക്കെ പറയുന്നത്. നാരങ്ങയ്ക്ക് വില കൂടി. നേരത്തെ ഒരു ചേച്ചി പറഞ്ഞല്ലോ. ചേട്ടാ, എങ്ങനെയുണ്ട് സാധനങ്ങൾക്കൊക്കെ? നാരങ്ങയ്ക്ക് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കൂടുതലാണ് സാധനങ്ങൾക്ക്. പെട്ടെന്ന് വില കൂടി. നാരങ്ങയ്ക്ക് നല്ല വില. നാരങ്ങയ്ക്ക് ഭയങ്കര വിലയുണ്ട്. ഏറ്റവും കൂടുതൽ വില നാരങ്ങയ്ക്കാണ് ഇപ്പൊ. നമ്മൾ ഈ ചൂടത്തൊന്നും നാരങ്ങ കുറയും, വില കൂടും. കിട്ടുന്ന നാരങ്ങ വളരെ നീരുണ്ടാവൂല, തൊലിയായിരിക്കും. അപ്പം സാധനമില്ല, ഉള്ള സാധനം വാങ്ങിക്കും ആൾക്കാർ. അതാണ് സംഗതി. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് ചൂട്? ഇന്ന് കുറവാണ്. മഴ ഇന്നലെ മഴ പെയ്തല്ല, നന്നായി പെയ്തു. അതുകൊണ്ട് ഇത്തിരി വ്യത്യാസമുണ്ട്. മഴ പെയ്യും, അടുത്ത മഴ പെയ്യും. കൊടയൊന്നുമില്ല. കൊട പിടിച്ചിറങ്ങണം. ഞാനിപ്പോ സാധനങ്ങളൊക്കെ മേടിച്ചോ? എന്തൊക്കെ മേടിച്ചു? പച്ചക്കറി, പച്ചക്കായ അതൊക്കെ വാങ്ങിച്ചു. അതിന് പച്ചക്കറിക്കൊക്കെ വില കൂടി. മാങ്ങയ്ക്ക് വില കുറവാണ്. മാങ്ങയ്ക്ക് നിസ്സാര വിലയായി. 80 രൂപയുടെ മാങ്ങയ്ക്ക് 30 രൂപ 40 രൂപ. നാരങ്ങയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ കിട്ടാത്തത്. നല്ല സാധനമില്ല. എന്തായാലും നല്ല നാരങ്ങയില്ല. നാരങ്ങയ്ക്ക് വില കൂടി തന്ന് തന്നെയാണ് പൊതുവെ ആളുകൾ പറയുന്നത്. ചേട്ടാ, എങ്ങനെയാണ് കച്ചവടം ഉണ്ടോ? കച്ചവടം ഇന്ന് വെറുതെ തുറന്ന പോലെയാണ്. ഒരു മനുഷ്യരും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ കച്ചവടം വളരെ മോശമുള്ള സമയത്ത് ഇങ്ങനെ ഒരു ഹർത്താലുകൾ വന്ന്, പ്രത്യേകിച്ച് സ്കൂൾ ദിവസത്തിന്റെ ടൈമാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ഹർത്താലുകൾ കാര്യങ്ങൾ അത് പെട്ടെന്ന് അറിയിക്കാണ്ടൊക്കെ വരുമ്പോ പക്ഷെ ജനങ്ങളെല്ലാം പേടിച്ചു. കസ്റ്റമേഴ്സ് ആരും വരുന്നില്ല. നമുക്ക് കേരളത്തിന്റെ എല്ലാ സ്ഥലത്തും ഇവിടെ കസ്റ്റമേഴ്സ് വരുന്നതാണ്. പക്ഷെ ഇന്നത്തെ ദിവസം കൈനീട്ടം വിറ്റോന്ന് ചോദിച്ചാൽ വിറ്റോന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് സ്റ്റാഫുകൾക്ക് പൈസ കൊടുക്കണം, കറണ്ട് കാശ് കൊടുക്കണം, എല്ലാം കൊടുക്കണം. ചൂടും ഒരു പ്രശ്നമാണ്. ചൂടിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ ഇടയില് പവർ കട്ട് ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പണിയും പോകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടും ദുരിതം എന്ന് പറഞ്ഞ പോലെ ഇരുട്ടടി ആള്. എല്ലാറ്റിനും ബുദ്ധിമുട്ടുകളാണ്. ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു. അഭിലാഷ്, അതാണ് ആളുകൾക്ക് പറയാനുള്ളത്. വലിയ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോവുക, ജീവിക്കുക എന്ന് പറയുന്നത്. സാധനങ്ങളുടെ വില കൂടുന്നു, പെട്രോളിന്റെ വില കൂടുന്നു. ഇപ്പോഴുള്ള ഈ ഹർത്താൽ എല്ലാം കൊണ്ടും കച്ചവടക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഫ്രൂട്ട്സിനായിക്കോട്ടെ, വെജിറ്റബിൾസിനായിക്കോട്ടെ, അതിനൊക്കെ വില കൂടുന്നു. നാരങ്ങയുടെ വില കൂടുന്നു. നമ്മൾ ഈ വലിയ ചൂടാണ്. ഈ ചൂടിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി നാരങ്ങ പിഴിഞ്ഞു കുടിക്കാന്നൊക്കെ, നാരങ്ങ വെള്ളം കുടിക്കാന്നൊക്കെ വിചാരിക്കുമ്പോൾ നാരങ്ങയുടെ വില കൂടുന്നു, സൈസ് കുറയുന്നു. ഇതൊക്കെ തന്നെയാണ് കച്ചവടക്കാരും അതോടൊപ്പം തന്നെ ആളുകളും ഒക്കെ പറയുന്നതും. അഭിലാഷ്. യെസ്, എറണാകുളത്ത് നിന്നുമാണ് നവമി ദിനേശ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളത്ത് ഒരല്പം വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന വിപണിയിൽ ആണ് നവമി ഉള്ളത്. പക്ഷെ നമുക്കറിയാം ആ ദൃശ്യങ്ങളിലൊന്നും ഒരാൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പകൽ സമയങ്ങളിൽ വളരെ കുറച്ച് ആളുകളാണ് ഇറങ്ങുന്നത്. അവർ തന്നെ വലിയ വിലയാണ് എന്ന് പറയുന്നു. നാരങ്ങയ്ക്ക് വില നൽകേണ്ടിയും വരുന്നു, പക്ഷേ നിലവാരമുള്ള ഉൽപ്പന്നമല്ല ലഭിക്കുന്നത് എന്നതുമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.